ഇങ്ങനെ കുഴിച്ചില്ല വെള്ളം പിടിക്കാൻ. മൗണ്ടിലെ നോക്കിയുണ്ടോ, അത് ടോപ്പി വരികയും വേണം. Nowhere to put it. पता नहीं हम क्यों नहीं आए before, you know? Yes. Investments in securities market are subject to market risks. Read all the related documents carefully before investing. ओके ओके हाँ 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 और आगे जोजिला में बिठाना मार रहा है, जो जोजिला पास है ना, हाँ 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 वहाँ पे बिठाना मार रहा है। ओके सोना मार गए हम सोजिला पास जाएंगे और नहीं? हाँ हाँ, अगर आप गाड़ी का साइड से वहाँ पे करोगे तो आप जोजिला पास भी देखोगे। वो वर्ल्ड की उसके नीचे जो टांग मार रही है ना, वो वर्ल्ड की सबसे बड़ी टांग मार रही है। ओके लद्दाख हाईवे 12 मिनट पर है। जी जी
ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളി വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. कितना माइल है किलोमीटर का कारगिल को अभी 10 माइल हो गया बस 10 बस समझ गया कोई बात नहीं മനോഭാരത്താലലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ, കൊടും വെയിലതിൻ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലഭൻ. कारगिल वगैरह नहीं हुआ ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ. स्पीकर वगैरह में नहीं जाना चाहिए ഓളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. തൃശ്ശൂർ ജില്ല വടക്കാഞ്ചേരി എന്നാണ് വരുന്നത്. ഒരു 5 ദിവസത്തെ കാശ്മീർ ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്. मोड़ പറഞ്ഞു തരും എൻ്റെ പേര് ഗായത്രി. ഞാൻ ഡിഗ്രിക്കാണ് പഠിക്കണേ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. 5 ഡേ ട്രിപ്പാണ് ഇവിടെ. എൻ്റെ പേര് ഗോകുൽ. ഞാൻ 7th-ലാണ്. ഞങ്ങൾ 5 ദിവസത്തേക്ക് ട്രിപ്പ് വന്നതാണ്, കാശ്മീർ ട്രിപ്പിൽ. ഞങ്ങളുടെ വീട് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി. ഹായ്, എൻ്റെ പേര് ഗോപിക. ഞാൻ ഏജീസ് ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. കുറേ ദിവസമായിട്ടുള്ള ആഗ്രഹമായിരുന്നു, കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് കാശ്മീർ കാണണം, എല്ലാവരും കൂടെ വരണം എന്നുള്ളത്. അതിപ്പോൾ ഇപ്രാവശ്യമാണ് നടന്നത്. ഞങ്ങൾ 5 ദിവസത്തെ പ്ലാനാണ്. അപ്പോൾ ഇന്നലെ പോയി സോനാമാർഗ് പോയിണ്ടായിരുന്നു. സൂപ്പറാണ്. ഹായ്, എൻ്റെ പേര് രാജീവൻ. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഒരു സ്വപ്നമായിരുന്നു കാശ്മീർ, എന്തായാലും സാക്ഷാത്കരിച്ചു.
നല്ല അടിപൊളി സ്ഥലമാണ്, കാണേണ്ട സ്ഥലമാണ്. കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ്. ഓക്കെ, ചേട്ടൻ ഇവരെല്ലാം ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞിട്ട്, ചേട്ടൻ്റെ ആരൊക്കെ ആയിട്ട് വരുമെന്നൊന്ന് പറഞ്ഞിട്ട്. ഇല്ല, ഇവിടെ വന്നിട്ട് പറഞ്ഞു പറഞ്ഞോ ചേച്ചി പറഞ്ഞു. ഞങ്ങള് ഫാമിലിയാണ്. ഇതിന്റെ അച്ഛൻ, അമ്മ. ഇല്ല ഇല്ലല്ലോ. ഞങ്ങളൊരു ഫാമിലിയാണ്. ഇതിന്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇത് ഹസ്ബൻഡ്, മോള്, മോൻ, ഞാൻ. ഏജീസ് ഓഫീസിലാന്ന് പറഞ്ഞു. അപ്പം ഈ ചേട്ടൻ്റെ വീട് എവിടെയാന്ന് പറഞ്ഞു? ശരി തന്നെ. ഇത് ഹസ്ബൻഡാ? ഓക്കെ ഓക്കെ. ചേട്ടൻ്റെ വീട് അടുത്ത് തന്നെയാണ്? ശരി. ഏത് കോളേജിലാണ് പഠിച്ചതൊക്കെ? ഞാനവിടെ വടക്കാഞ്ചേരി കോളേജിൽ. ഓക്കെ ഓക്കെ. എത്ര വരെ പഠിച്ചു എന്നൊക്കെ ഒന്ന് പറയാം? ഞാൻ ഡിഗ്രിക്ക് BCom ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് MA ഹിന്ദിയാണ് ചെയ്തത്. പിന്നെ B.Edും ഹിന്ദിയിൽ തന്നെയാണ് ചെയ്തത്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടന് ബിസിനസ്സാണ്. എന്തിന്റെ ബിസിനസ്? സ്പെയർ പാർട്സിൻ്റെ. മോളെന്തിനാ പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി BSc കെമിസ്ട്രി. നീ എന്താവാൻ ആഗ്രഹം? എനിക്ക് ഗവൺമെന്റ് ഓഫീസർ. മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ടോ? മാസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ഇപ്പോൾ 4 ഇയറിൽ കിട്ടും. BSc ചെയ്യുമ്പോൾ തന്നെ. ഓക്കെ ഓക്കെ. മോനെന്താ ആഗ്രഹം? ഓട്ടോമൊബൈലിൽ തന്നെയാണോ? വേറെ എന്താ ആകാൻ ആഗ്രഹം? സയൻറ്റിസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ. അതിനെന്താ പഠിക്കാൻ നോക്കുന്നത്? സയൻസ് പഠിക്കാം. കോളേജിലൊക്കെ പോകണം. മാമ എന്താ കൊടുക്കുന്നത്? മാമ എന്ത് പറഞ്ഞു? മാമ എന്താ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു? നിങ്ങൾ എത്ര പേര് മക്കളൊക്കെ ഉണ്ട്? ഞങ്ങള് എൻ്റെ മോളാണിത്. മൂത്ത മോളാണ്. പിന്നെ ഒരു മോനുണ്ട്. മോനവിടെ മെഡിക്കൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മാൻകൈൻഡിൽ. പിന്നെ എൻ്റെ മരുമകനാണ്. പിന്നെ ഹസ്ബൻഡ്, മോളുടെ കുട്ടി. മോൻ്റെ കല്യാണം കഴിഞ്ഞു. വീട്ടിൽ തന്നെ ഉണ്ട്, നാട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ. ശരണ്യാണ് മരുമകളുടെ പേര്. ശരണ്യ എന്നാണ്. 3 കുട്ടികളാണ്. ഓട്ടോമൊബൈൽ ഫീൽഡാണ്. ഷോപ്പ്, ഒരു ചലക്കടയിൽ ഷോപ്പിൽ. ഇല്ല, ഞാൻ ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുള്ളൂ ഓട്ടോമൊബൈലിൻ്റെ ഫീൽഡിലേക്ക് വന്നിട്ട്. ഇല്ല, 3 വീലർ മാത്രം. LIC ഏജന്റുമായിട്ട് കൂടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ഒരു തവണ മുടക്കിയ അവര് ഫോളോ അപ്പ് ചെയ്യുന്നേ പകള്ളൂ. പൈസ വാങ്ങിച്ചാൽ അവരുടെ പൈസ പോകാണ്ട നോക്കണം. അതിൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 വർഷം ഒരു പൈസ അടച്ചാൽ അവർ പൈസ തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ള ഒരു റൂൾസ് വന്നിട്ടുണ്ട്. ക്യാൻവാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ പാർട്ടികളെ നോക്കുമ്പോൾ അവർക്ക് നല്ല ഹൈ പോളിസികളൊക്കെ ഇട്ട് കൊടുക്കും. അതില്ലാച്ചെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ചുള്ള പോളിസികൾ കൊടുക്കും. ഇപ്പോഴത്തെ പോളിസിയിൽ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഏതാണ്? മണി ബാക്കാണോ? ഏതാണ്? മണി ബാക്കാണ് ഇപ്പോൾ ആൾക്കാർക്ക് താല്പര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കൂടുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഏർപ്പാടാവുമല്ലോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ പോളിസികൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്കീമാണ്. അതിൽ ധാരാളം പൈസ കുറച്ച് കൂടുതൽ അടയ്ക്കേണ്ടി വരും. ചേട്ടൻ ഈ കാശ്മീരിന് പിള്ളേർ വരണമെന്നാ പറഞ്ഞു. ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? എങ്ങനെ വരണമെന്നാ? ഫാമിലി ആയിട്ട് വരുന്നത് നല്ലതാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരാം, ഓക്കെയാണ്. പിന്നെ ന്യൂലി മാരീഡ് ആണെങ്കിൽ അവർക്ക് ഹണിമൂൺ എന്നുള്ള രീതിയിലും ചൂസ് ചെയ്യാം. ചേച്ചി എങ്ങനെ ഈ പാക്കേജ് വന്നത്? ഈ ഹോട്ടലിലൊക്കെ വരാനുള്ള പാക്കേജ്? ഇവിടെ നമ്മുടെ അവിടെ കൊച്ചിയിലുള്ള പ്ലുമേറിയ ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരാണ് നമുക്കിതൊക്കെ ബുക്ക് ചെയ്ത് തന്നത്. അവരൊക്കെ ഇതുവരെ നമുക്ക് സർവീസൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 5 ദിവസം 5 days 4 night അങ്ങനെ തോന്നുന്നു. ഇപ്പോൾ എടുക്കാമായിരുന്നു എന്ന്. ഇനി 2 ദിവസം കൂടി കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ. അതെ. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഓരോരോ ജോലി ചെയ്യുന്നവരായത് ടിക്കറ്റും ബുക്ക് ചെയ്തു. അപ്പോൾ എന്തായാലും പ്രാവശ്യം നടക്കില്ല. ചേച്ചി പറ, കാശ്മീരിൽ ആദ്യം വന്ന് ഇറങ്ങിയത് എവിടെയാണ്? ഞങ്ങൾ എയർപോർട്ടിൽ. ഞങ്ങൾ നേരെ ആക്ച്വലി കുറച്ച് ഗാർഡൻസ് ഒക്കെ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. ഒരു 2 hours ഒരു മിസ്സിങ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രമേ പറ്റിയുള്ളൂ. പിന്നെ നേരെ ഞങ്ങളിവിടെ സ്റ്റേവിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് സ്റ്റാർട്ട് ചെയ്തത്. സോണാമാർഗ് പോയി അവിടെ ഐസ് പോയിൻറ്റും 0 പോയിൻറ്റ് നല്ലതായിരുന്നു.
കാർഗിലിൽ പോയോ? ഇല്ല, അങ്ങോട്ട് പോയില്ല. അതിന് ഇനിയപ്പോൾ നമ്മളൊരു വേറൊരു എക്സ്ട്രാ ദിവസം കൂടെ കണ്ട് വേണം. അതാണ് ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രാം എങ്ങോട്ടാണ്? ഇന്നിപ്പോൾ ഗുൽമാർഗാണ് പ്ലാൻ. ഓക്കെ, ഡയറക്റ്റ് എടുക്കുന്നുണ്ടല്ലേ? അതൊക്കെ പെയ്ഡ് ആണോ ഓൾറെഡി? ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 ഫേസും ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളത്തെ എങ്ങോട്ടൊക്കെ ആയിരിക്കും അറിയാമോ? നാളെ ഇപ്പോൾ പഹൽഗാമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റന്നാൾ കുറച്ച് കാലത്ത് കുറച്ച് ഹൗസ് ബോട്ടിലാണ് നാളെ ഞങ്ങൾ സ്റ്റേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയല്ല ഹൗസ് ബോട്ടാണ് പറയുന്നത്. ദാലിലേക്കിൽ. അപ്പോൾ അവിടെ ശിഖര റൈഡ് കഴിഞ്ഞിട്ട് അങ്ങനെ ഹൗസ് ബോട്ടിലേക്ക് പോകാന്നുള്ളൊരു ഐഡിയ ആണ്. പിന്നെ എങ്ങനെ ഇത്രയും കണ്ടതിൽ കാശ്മീരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഇഷ്ടപ്പെട്ടപ്പോൾ ഇന്നലെ മാത്രമാണ് ഞങ്ങൾ പോയേക്കണത്. അതിലിപ്പോൾ ഞങ്ങൾക്ക് ഐസ് പോയിന്റ് സൂപ്പറായിരുന്നു. സ്നോഫാൾ ഉണ്ടായിരുന്നു. ആ ഹൈറ്റ് പോയപ്പോൾ നിങ്ങൾ പേടിക്കുകയും ചെയ്തോ? ഇല്ല കുഴപ്പമുണ്ടായിരുന്നില്ല. ഫുള്ള് മഞ്ഞുള്ള മലകളായിരുന്നു സൈഡിൽ. ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു? ഇല്ല, ഡാൻസ് നല്ല രസമായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ അന്നേരം സ്നോ പെയ്യായിരുന്നു. അപ്പൊ അവിടെയുള്ള ഗ്രൂപ്പായിട്ട് നിന്ന് ഡാൻസിങ് ആയിരുന്നു. അതുപോലെ ഉണ്ടായിരുന്നു. അതൊരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, വളരെ സന്തോഷം. നിങ്ങൾ ഈ ടൂറായിട്ട് വേറെ എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത്? ഞങ്ങൾ അവിടെ ഞങ്ങളുടെ നാട്ടിൽ മൈസൂർ പോയിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ.